കാറുകളെ കുറിച്ചിട്ട് ഒരു ചാനൽ തുടങ്ങാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്നെക്കുറിച്ച് പറയാം. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അതിന് ശേഷം കുറച്ചധികം നാൾ കിയയിൽ വർക്ക് ചെയ്തു. കിയയിലാണെങ്കിൽ ഒരു 10-200-ലധികം കാറുകൾ കൊടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ലോ എൻഡ് തൊട്ട് ടോപ്പ് എൻഡ് കാറുകൾ വരെ. അതിനുശേഷം മെഴ്സിഡീസ് ബെൻസിൽ വർക്ക് ചെയ്തു. ബെൻസ് കാറുകൾ കൊടുത്ത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നിലവിൽ ഉള്ളതിൽ വെച്ച് കുറച്ചധികം കാറുകൾ വിൽക്കുകയും വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ എക്സ്പീരിയൻസും എൻ്റെ പഠിച്ച നോളജും എല്ലാം ഈ കാറുകളെക്കുറിച്ച് പാഷനേറ്റായിട്ടുള്ള എന്താ പറയുക പിള്ളേർ എസ്പെഷ്യലി വണ്ടി ഭ്രാന്തന്മാർ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി പരമായിട്ട് കാറുകളിൽ വന്നിരിക്കുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറുകളെക്കുറിച്ച് പഠിക്കണം അങ്ങനെ ആഗ്രഹമുള്ള കുറേ പേരുണ്ട്. പിന്നെ ഇത് നോളജാണ്, ഇതിൻ്റെ ഒരു പാഷനാണ്, ഇതിൻ്റെ ആസ്പിറേഷനാണ്, ഇങ്ങനെയുള്ള കണ്ടൻറ്റ് കൂടുതൽ കേൾക്കണം, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടും. അപ്പം അതുപോലെ തന്നെ ഈ എക്സ്പീരിയൻസിനുപരി ഞാൻ പേഴ്സണലി കുറച്ചധികം കാറുകൾ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യത്തെ കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്രോ ആയിരുന്നു. സാൻഡ്രോയ്ക്ക് ശേഷം പിന്നെ i20, ഒമിനി, പിന്നെ ഷെവർലെ ബീറ്റ്, സ്വിഫ്റ്റ്, ഹോണ്ട സിവിക്ക് തുടങ്ങിയ കാറുകളെല്ലാം നമുക്ക് മേടിച്ച് ഓൺ ചെയ്യാൻ അവസരം കിട്ടി ഈ ഒരു ടൈം പീരീഡിൽ. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാറുകളായാലും എല്ലാം നമുക്കൊരു കുറേ നാളത്തേക്ക് ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ലൈക്ക് ബലേനോ, പിന്നെ നമുക്കുള്ളത് പോളോ GT, പിന്നെ ഓഡി, പോർഷെ തുടങ്ങിയ വാഹനങ്ങൾ. പിന്നെ മെഴ്സിഡീസിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും മെഴ്സിഡീസിൻ്റെ GLA തൊട്ട് S ക്ലാസ് വരെയുള്ള വാഹനങ്ങൾ, G-വാഗൺ, കൺവേർട്ടബിൾ കാർസ്, പിന്നെ നമുക്ക് അവിടെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ വരുന്ന ലെക്സസ്, പിന്നെ നമുക്ക് BMW, ഈവൻ ലംബോർഗിനി വരെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കാറുകളിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി, അതായത് ബേസിക് കാര്യങ്ങൾ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കാറുകളെക്കുറിച്ച് കൂടുതൽ അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നോളജ് വേണം. പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി ടെക്നിക്കൽ കണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിൻ, അതിൻ്റെ പ്രവർത്തനം, പിന്നെ നമുക്ക് വെഹിക്കിളിൽ യൂസ് ചെയ്തിരിക്കുന്ന ടർബോ, പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയുടെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം, ADAS സിസ്റ്റംസിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഏറ്റവും ബേസിക്സ് ലെവലായിട്ടുള്ള ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന സാങ്കേതിക വിദ്യ ലൈക്ക് മെട്രിക്സ് ഹെഡ് ലാംപ്സ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ഹെഡ് ലാംപ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയുടെ ഓവർവ്യൂ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. പിന്നെ നമുക്കുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗിയർ ബോക്സും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷൻ തൊട്ട് DSG വരെയുള്ളത്, അതായത് AMT, CVT, IVT, DSG, DCT, പിന്നെ നമുക്ക് വരുന്നത് ഈവൻ IMD, പിന്നെ അങ്ങനെ ഒരുപാട് ഗിയർ ബോക്സസ് അവൈലബിൾ ആണ്, ടോർക്ക് കൺവേർട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ റിയർ വീൽ ഡ്രൈവ് കാർസിൻ്റെ പ്രത്യേകത, റിയർ വീൽ സ്റ്റിയറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ കാറുകളിലെല്ലാം കണക്റ്റഡ് കാർ ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതായത് കാറും മൊബൈലുമായിട്ട് ഫുൾ ടൈം കണക്റ്റഡ് ആയിരിക്കും. നമുക്ക് എപ്പോഴും കാറുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഓവർ ദി വ്യൂ ഉണ്ടാവും. പിന്നെ ഒരു കാറിൽ നിന്ന് മറ്റൊരു കാറിലേക്കുള്ള കണക്ടിവിറ്റി, കാർ ടു എക്സ് കമ്മ്യൂണിക്കേഷൻ, അതും ഇപ്പോഴത്തെ കാറുകളിലെല്ലാം പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ, കാർ ടു എക്സ് കമ്മ്യൂണിക്കേഷൻ, കാർ ടു ഓണർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഫുൾ ടൈം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മളൊരു ലക്ഷറി കാർ മേടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ലക്ഷറി കാർ ഓൺ ചെയ്യണം, അതോ ഒരു പെർഫോമൻസ് കാർ ഓൺ ചെയ്യണോ, അതോ ഒരു നമ്മുടെ നീഡ് അനുസരിച്ചൊരു കാർ എങ്ങനെ പിക്ക് ചെയ്യാം, എന്നിട്ട് അതുപോലെ തന്നെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കോമൺ യൂസ് ചെയ്യുന്ന കാറുകളോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കാറുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡ്രൈവ് റിവ്യൂയോ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് എന്നനുസരിച്ചിട്ടായിരിക്കും ഫർദർ വീഡിയോസൊക്കെ വരുന്നത്. അപ്പം ദാറ്റ്സ് ഓൾ.